നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. TDPയിൽ നിന്നും രാഷ്ട്രീയത്തിൻ്റെ ബാലപാഠങ്ങൾ പഠിച്ച് പൊതുജനങ്ങളെ എങ്ങനെയാണ് അവരെ സേവിക്കേണ്ടത്, അവരിൽ നിന്നും വലിയ പിന്തുണ ആർജിച്ചെടുക്കേണ്ടതെന്ന് മനസ്സിലാക്കി നായിഡുവിൻ്റെ വളരെ വിശ്വസ്തനായിരുന്ന വ്യക്തിയായി രേവന്ത് റെഡ്ഡി മാറുകയായിരുന്നു. പിന്നീട് അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിൽ നായിഡുവിനോട് സ്നേഹത്തോടെ വിട പറഞ്ഞ് കോൺഗ്രസ്സിലേക്ക് ചേരുമ്പോൾ ഇത്തരത്തിലുള്ള ബാലപാഠങ്ങളായിരുന്നു രേവന്തിൻ്റെ കൈമുതൽ. ഇന്ന് തെലങ്കാന എന്ന സംസ്ഥാനത്തിൻ്റെ ഓരോ മുക്കിലും മൂലയിലും ജനങ്ങൾ പാർട്ടി ഭേദമന്യേ ആ മനുഷ്യനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ OIC-മാർ പോലും രേവന്താണ് മിടുക്കൻ, ഈ സംസ്ഥാനത്തെ മുന്നോട്ട് നയിക്കാനുള്ള കെൽപ്പും ആർജവും അയാളിലുണ്ട് എന്ന് തുറന്നു പറയണമെങ്കിൽ രേവന്തിൻ്റെ റേഞ്ച് എന്ത് മാത്രമാണ്. നായിഡുവിനോട് വളരെ വിശ്വാസപൂർവ്വം രേവന്ത് പറഞ്ഞിരിക്കുന്നു, BJPയുമായുള്ള മൊത്ത കച്ചവടം അവസാനിപ്പിച്ചില്ലെങ്കിൽ പണി പാളാൻ പോകുന്നത് TDPക്കും നായിഡുവിനും മാത്രമായിരിക്കും. കാരണം BJPയുടെ കൃത്യമായ സ്ട്രാറ്റജി എന്താണെന്ന് മനസ്സിലാക്കാൻ രേവന്തിന് അധികം സമയം വേണ്ട. തെലങ്കാനയിൽ BJP വളരുകയാണ് എന്ന ഗ്രാഫാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത്. അവിടെ മുളയിലെ നുള്ളിക്കളയാനും പത്തി നോക്കി അടിക്കാനും രേവന്തിനെ കൊണ്ടേ സാധിക്കുകയുള്ളൂ എന്ന് OIC-മാർക്ക് പോലും അറിയാം. OIC-യുടെ പ്ലാൻ വളരെ വ്യക്തമാണ്. അസദുദ്ദീൻ OIC ആയാലും അക്ബറുദ്ദീൻ OIC ആയിരുന്നാലും കൃത്യമായി പറയുന്നുണ്ട്, രേവന്ത് റെഡ്ഡി വിചാരിച്ചാൽ കോൺഗ്രസിൽ ദക്ഷിണേന്ത്യയിൽ എന്ന് മാത്രമല്ല പുതിയൊരു തരംഗം സൃഷ്ടിക്കാൻ കഴിയും. അതിൻ്റെ ഏറ്റവും മികച്ച പ്ലാനായിരുന്നു തെലങ്കാനയിൽ നടത്തിയ ജാതി സെൻസസ് പദ്ധതി. അത് മികച്ച രീതിയിൽ അവിടെ കയ്യടി നേടി എന്ന് മനസ്സിലായപ്പോഴാണ് കേന്ദ്രം ആ പദ്ധതിയുമായി ഇറങ്ങിയത്. പക്ഷെ കേന്ദ്രം അതിലൊരു ദുഷ്ടലാക്കോടു കൂടിയാണ് ഇറങ്ങിയത് എന്ന് മാത്രം. നായിഡു വളരെ വ്യക്തമായി കേന്ദ്രത്തിനോട് പറയുന്നു, ഈ പരിപാടി അവസാനിപ്പിച്ചോളൂ. അതായത് MP-മാരെ ചാക്കിട്ട് പിടിക്കാനും ഭീഷണിപ്പെടുത്താനും വിരട്ടാനും വിലപേശാനും നടത്തുന്ന ഈ തരം താഴ്ന്ന കളി അവസാനിപ്പിക്കൂ. ഞങ്ങൾക്ക് വേറെ വഴിയുണ്ട്. എതിരാളിയായ ജഗൻമോഹനെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇപ്പോൾ വീണ്ടും നായിഡുവിനെ ഭീഷണിയുടെ സ്വരത്തിൽ BJP സമീപിക്കുകയാണ്. ജഗൻമോഹൻ NDAയുടെ സ്ഥാനാർത്ഥിയായ CP രാധാകൃഷ്ണനെ പിന്തുണയ്ക്കുമെന്ന് അറിയിച്ചിരിക്കുകയാണ്. പക്ഷേ ജഗൻമോഹൻ്റെ എല്ലാ കൊള്ളരുതായ്മകളും ശക്തമായി വിളിച്ചു പറയുന്ന നായിഡുവിൻ്റെ ഭരണകാലത്ത് തന്നെ ജഗൻമോഹനെ പൂട്ടിക്കെട്ടാനുള്ള സർവ്വ കളികളും കളിക്കുകയാണ്. അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചതുൾപ്പെടെ ജഗനെതിരെ പല കേസുകളും നിലനിൽക്കുന്നുണ്ട്, ആന്ധ്രയിലും തെലങ്കാനയിലും. അത് രേവന്തിനെ കൊണ്ടായിരുന്നാലും കൃത്യമായി നായിഡു ആ പദ്ധതി ഇംപ്ലിമെൻ്റ് തന്നെ ചെയ്യും. BJPയുടെ അടുത്ത ഘടകകക്ഷി വീഴുകയാണ് എന്ന് ഉറപ്പിക്കുകയാണ്. നായിഡു BJP പിന്തുണ പിൻവലിക്കും മുമ്പ് തന്നെ BJPയോടൊപ്പം ചേർന്നിരിക്കുന്ന മറ്റ് ഘടകകക്ഷികളുടെ ചീട്ട് കീറിയിട്ടായിരിക്കും BJPയോട് സലാം പറയുന്നതെന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കിയിരിക്കുന്നു. ട്രബിൾ ഷൂട്ടറായി രേവന്ത് ഇപ്പോൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു. DKയുടെ പുതിയ വർഷൻ, ഒരുപക്ഷെ DKയെക്കാളും മാരകം. DKയുടെ ബോഡി ലാംഗ്വേജ് അല്ല രേവന്തിന്. പുറമെ സൗമ്യനായി ഒക്കെ സ്വഭാവത്തിൽ കാണുമെങ്കിലും വളരെ പരുക്കനായി പെരുമാറാനും അത് ഇംപ്ലിമെൻ്റ് ചെയ്യാനും രേവന്തിനോളം മികച്ച ഒരു കോൺഗ്രസ് നേതാവ് ഇന്ന് ഈ ദക്ഷിണേന്ത്യയിൽ ഇല്ല എന്നുള്ളതാണ് സത്യം.